welcome back to my channel. My name is Pranavi and I'm a final prof BAMS student. അപ്പോൾ ഞാൻ തകൃതിയായിട്ട് ന്യൂ ഇയർ ആയിട്ട് ഇരുന്നിട്ട് പോലും ലോഗ് ബുക്കും റെക്കോർഡും ഒക്കെ എഴുതുകയാണ്. കാരണം നാളെ മുതൽ 3 ദിവസത്തേക്ക് NSS ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണിത്. അപ്പോൾ ഡേ 1 ഇപ്പോൾ ഡേ 1 ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആരണ്യകത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം സ്വാഗതം ആദിത്യ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ ഡോക്ടർ ജയശ്രീ മാം ഭദ്രദീപം കൊളുത്തി ഈ ക്യാമ്പിന് ഉദ്ഘാടനം ചെയ്തു. അടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ കവിത മാമും അർച്ചന മാമും. അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹെഡ്. പിന്നെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിൻസിപ്പളും തന്നെയാണിത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. പിന്നെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഇതൊരു ഐസ് ബ്രേക്കിംഗ് സെക്ഷനായിരുന്നു, ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ള കൺഫ്യൂഷനിലുണ്ടായിരുന്നു. ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഡോക്ടർ ജ്യോതിഷ് മോഹനായിരുന്നു വന്നത്. ആങ്കറിങ് പേഴ്സോണ എന്ന സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു എടുത്തത്. സബ്ജക്റ്റല്ല, ഒരു ടോപ്പിക്കാണ്. പക്ഷേ അതുണ്ടല്ലോ, നമ്മുടെ ഇമോഷൻ, തോട്ട്, പേഴ്സണാലിറ്റി, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് ഗെയിമിംഗ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ടാസ്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഗെയിമിംഗ് സെക്ഷനൊക്കെ കിട്ടുമെന്നോ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്. പക്ഷേ ഓരോ ഗെയിം കഴിയുമ്പോഴും നമ്മുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ കൂടി വന്നു. 2 മണിക്കൂറെന്ന് പറയുന്നത് പുള്ളി അയ്യോ തീരല്ലേ എന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇത് ഇനിയും കിട്ടുമോ എന്നൊക്കെ സംശയമാണ്. കാരണം ഒരുപക്ഷെ വീണ്ടും പുള്ളിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ഹെൽത്ത് സർവേക്ക് വേണ്ടി പോയി. അപ്പോൾ ഇതൊക്കെ സർവേ എടുക്കുന്നതിന് വേണ്ടി ഓരോ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഒരു ടീമിൽ 3 പേര് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ടീം 10 സർവേ വെച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ടീമിനാണ് ഞാൻ, മിഥുന, അരുൺ. പിന്നെ ഞങ്ങൾ ഏതൊക്കെയോ കാട്ടിനുള്ളിൽ കൂടെയൊക്കെ കയറിപ്പോയി. അവസാനം സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇത്തവണ കഞ്ഞിയും പയറുമാണ്. ആദ്യത്തെ ദിവസം കഞ്ഞി, പയർ, പപ്പടം, അച്ചാർ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പേർക്ക് വേണ്ടി ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ എല്ലാവരും ഒത്തുകൂടി നിന്ന ആ ഒരു മനസ്സ്, അതൊക്കെ ഭയങ്കര വലുതാണ്. അല്ലെങ്കിൽ നമ്മൾ NSSൽ പറയുന്നത് മനസ്സ് നന്നാവട്ടെ എന്നാണല്ലോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ സിനിമ കാണാൻ പോയി. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കണ്ടക്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ എൻഡ് വിത്ത് എ കപ്പിൾ ഓഫ് മെമ്മറീസ്. ദിസ് ഈസ് ഡേ 2. അപ്പോൾ ആദ്യം തന്നെ യോഗയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 6:30 തന്നെ യോഗ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് യോഗ ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള പാക്കപ്പ് സെക്ഷനായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ബ്രീഫ് അവതരണം കൃഷ്ണജ്യോതി നടത്തി. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോട്ടൂർ ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ക്ലീനിങ് ആൻഡ് അവയർനെസ് സെക്ഷനുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ആദ്യത്തെ സെക്ഷൻ യോഗ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞ് എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. ഇനി നമുക്ക് പോവാം. ഓൾറെഡി ബസ്സൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ വണ്ടി ആൻഡ് ഡ്രൈവർ. അപ്പോൾ NSS എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം ക്ലീനിങ്ങിനൊക്കെയല്ലേ പോകുന്നത് എന്ന് സാധാരണ ഒരു ചോദ്യം എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ ഞങ്ങളും പോകുന്നത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടൂരിലേക്കാണ്. അവിടെ ചെറിയൊരു ക്ലീനിങ് സെക്ഷൻ പ്ലസ് അവയർനെസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വഴിയാണിത്. ഞങ്ങൾ കോളേജിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാവരുത് പോകേണ്ടത്. കാരണം ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ബാഡായിരിക്കാം. പക്ഷേ ഇതൊരു കാട്ടിനകത്തോട്ടാണ് പോയത്. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് ഈ വഴി കൂടെ എങ്ങനെ ബസ് പോകും എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ, പ്രദീപ് അങ്കിളിൻ്റെ ഡ്രൈവിംഗ് സ്കിൽസിന് സമ്മതിച്ചു കൊടുത്തേ പറ്റി. ഹെയർ പിൻ പോലുള്ള റോട്ടിൽ കൂടെ
എങ്ങനെ ഈ മനുഷ്യൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു എന്നതിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. അവസാനം ഞങ്ങൾ എത്തി. പിന്നെ എല്ലാവർക്കും മാസ്കും ഗ്ലൗസും ഒക്കെ കൊടുത്തു. അപ്പോൾ ഞാനും മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ മാസ്കും ഗ്ലൗസും ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ ഹെഡായിട്ടുള്ള ജംഷീല മാഡത്തിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. മാഡം NSSനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആർച്ചയെക്കുറിച്ച് അങ്ങനെ 1-2 വാക്കിലൊന്നും ചുരുക്കാൻ പറ്റില്ല. ഷീൽസ് സംതിങ് സ്പെഷ്യൽ. ആൻഡ് നമ്മുടെ ചെയർപേഴ്സൺ. പിന്നെ എല്ലാ ഫ്രണ്ട്സും ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. ക്ലീനിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി അവർ പോസ് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഓരോരുത്തരും അവരവർ ഏറ്റെടുത്ത പണി വൃത്തിയായി ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഇതുപോലെയൊന്നും നമ്മൾ വീട്ടിൽ പോലും ചെയ്യാറില്ല. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സുദീപ, ഗൗരി, പൂജ, അരവിന്ദ് അവരുടെയൊക്കെ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം ആരോഗ്യം, ഉറക്കം, വ്യായാമം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ മെഡിക്കൽ ഓഫീസർ മാഡം ഞങ്ങൾക്ക് തിരിച്ചും ഒരു മോട്ടിവേഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ അന്തരീക്ഷത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ കോളേജിൽ തിരിച്ചെത്തി. ഇത്തവണ ഞങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നു ഫുഡ്. അപ്പോൾ ബിരിയാണി നല്ല അസല് ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ കട്ടനിട്ടു. പിന്നെ രാത്രി ഞങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മലയും പോരും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒത്തുപിടിച്ചപ്പോഴത്തേക്കും ഒരു 8:30-9 മണിക്കുള്ളിൽ ഫുഡൊക്കെ റെഡിയായി. അതും കഴിച്ചു. പിന്നെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. അപ്പം ശരിക്കും ഇങ്ങനെയാണോ ക്യാമ്പ് ഫയർ ചെയ്യേണ്ടത് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷേ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ ചേരുന്ന അവസരങ്ങളൊക്കെ കുറച്ചല്ലേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ പിന്നെ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇരുന്നു. ആക്ച്വലി അത് ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാമ്പ് ഫയറിൽ ഇരുന്നപ്പോഴത്തേക്കും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയ കേക്കൊക്കെ കഴിച്ചു. കാരണം ന്യൂ ഇയർ അതിൻ്റെ സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് വൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേ 2 കഴിഞ്ഞു. ഇത് ഡേ 3 ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഡേ. അപ്പോൾ യോഗ, ഒരു ഭാഗത്ത് യോഗ, ഒരു ഭാഗത്ത് കുക്കിംഗ് ടീമിൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു. അപ്പോൾ യോഗ ആദ്യം ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ചു. പിന്നെ ഞങ്ങൾ ലൂസണിങ്സൊക്കെ ചെയ്തു. പിന്നെ ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വാമപ്പും എല്ലാം കഴിഞ്ഞു. അപ്പോൾ മേജറായിട്ടുള്ള യോഗാസനങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് പാക്കപ്പ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഫുഡ് ഓൾറെഡി റെഡിയായി. ഞങ്ങൾ കുക്കിംഗ് ടേപ്പ് ചപ്പാത്തി, ഉള്ളിക്കറി ഉണ്ടാക്കി കഴിഞ്ഞ് തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു അവയർനെസ് ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും എല്ലാ സ്റ്റുഡൻസും വന്നു. ഓൾറെഡി അവയർനെസ് ക്ലാസ് എടുക്കേണ്ട മാഡം, അഡ്വക്കേറ്റ് റിയ മാഡവും വന്നു. ഇന്ന് നമുക്ക് നിയമങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു മാഡം ക്ലാസ് എടുത്തത്. അപ്പോൾ മാഡത്തിനെ കുറിച്ച് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങളുടെ കവിത മാം തന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് മാഡത്തിനെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഗൗരി സ്വാഗതം ചെയ്തു. അപ്പോൾ മാഡം നിയമവശങ്ങളെക്കുറിച്ചും പിന്നെ കൺസ്യൂമർ, അതുപോലെ ഇപ്പോഴത്തെ ക്രൈംസിനെ കുറിച്ചും പിന്നെ മാഡത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചും പിന്നെ ഒരു അഡ്വക്കേറ്റ് ആയതിൽ മാമിന് എന്തൊക്കെയാണ് അനുഭവങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നെ മാഡത്തിന് ടോക്കൺ ഓഫ് അപ്ലോസ് കൊടുത്തു. 3 ദിവസം എന്നുള്ളത് പെട്ടെന്ന് പോയി. അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മാഡത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ കവിത മാഡം പറഞ്ഞു. അങ്ങനെ ഈ ക്യാമ്പ് നടത്താൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ 3 ദിവസത്തെ ക്യാമ്പ് അവസാനിപ്പിച്ച് അതിനുശേഷമുള്ള ഫീഡ്ബാക്ക് എടുത്തു. അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്നിരുന്നാലും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നു ഈ 3 ദിവസത്തെ ക്യാമ്പ് തന്നത്. അങ്ങനെ ഒരു വീഡിയോ കൂടി അവസാനിക്കുകയാണ്. സീ യു ഓൺ നെക്സ്റ്റ് ടൈം.